ഹായ് ഗൈസ്, ഇതൊരു ചുമ്മാ പോഡ്കാസ്റ്റ്. എൻ്റെ പേര് സോഹേൽ. എന്റെ പേര് അഖിൽ. എന്റെ പേര് ഹെന. ഗൈസ്, ഞങ്ങൾ അയർലൻഡാണ് ഇപ്പോൾ. അപ്പൊ ഞങ്ങൾ ബേസിക്കലി ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായ ഡോക്യുമെന്റേഷനെ കുറിച്ചുള്ള എന്ന് വെച്ചാൽ ഇവിടെ വരാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളതിനെ കുറിച്ചുള്ള ഒരു പോഡ്കാസ്റ്റ് ആണത്. ബേസിക്കലി അടുത്ത തവണയോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത തവണയോ ആരെങ്കിലും അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെ, അവർക്ക് ഈ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം ഞങ്ങള് ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന അനുഭവങ്ങള് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതെ, ടെൻഷൻ ഉണ്ടെന്നോ? ആദ്യത്തെ പോഡ്കാസ്റ്റ് അല്ലേ, നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഗൈസ്, നമുക്ക് ഹെനനെ വെച്ച് തുടങ്ങാം. ഹെനയുടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞോളൂ പ്ലീസ്. കമോൺ. ഓക്കെ, എന്റെ പേര് ഹെന. ഞാൻ പഠിച്ച ബാക്ക്ഗ്രൗണ്ട് ടെൻഷനായി. എന്റെ പേര് ഹെന. ഞാൻ ഇവിടെ ഇപ്പൊ മാസ്റ്റേഴ്സ് ആണ് ചെയ്യണത് യൂണിവേഴ്സിറ്റി കോളേജ് കോർക്കില്, മാസ്റ്റേഴ്സ് ഇൻ ഫുഡ് ബിസിനസ് ആൻഡ് ഇന്നോവേഷൻ. ഞാൻ UG ചെയ്തത് കാരുണ്യാണ്, കോയമ്പത്തൂരില്. ഫുഡ് ടെക്നോളജിസ്റ്റ് ആണ്. 2 വർഷം നാട്ടിൽ വർക്ക് ചെയ്തു. ഇപ്പൊ പഠിക്കാൻ വേണ്ടി വരുന്നു. ഗൈസ്, എന്റെ പേര് സോഹേൽ എന്നാണ്. ഞാൻ എറണാകുളത്ത് താമസിക്കണം. അപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്തത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂര് ഫുഡ് ടെക്നോളജി തന്നെ ചെയ്തത്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്തത്, ഞാനും തന്നെ 4 കൊല്ലത്തെ എഞ്ചിനീയറിംഗ് ചെയ്തത് ഫുഡ് ടെക്നോളജിയിൽ. അത് കഴിഞ്ഞിട്ട് ഒരു 2 ഇയേഴ്സ് വർക്ക് ചെയ്ത് നാട്ടില്. അത് കഴിഞ്ഞിട്ട് പിന്നെ UCCയിൽ അപ്ലൈ ചെയ്ത് ഇവിടെ അയർലൻഡ് കോർക്കിൽ, യൂണിവേഴ്സിറ്റി കോളേജ് കോർക്കിൽ അപ്ലൈ ചെയ്ത് കിട്ടി. ഇപ്പൊ ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യണം ഫുഡ് ബിസിനസ്സിൽ. കുഴപ്പമില്ല. എന്റെ പേര് അഖിൽ. ഞാൻ ആലപ്പുഴയാണ്. ഇതിന് മുമ്പ് ഞാൻ ബിടെക് ചെയ്തത് IT-യിലായിരുന്നു, ട്രിവാൻഡ്രത്ത്. അതിനുശേഷം ഒരു 3 വർഷം വർക്ക് ചെയ്തു ഡെവലപ്പറായിട്ട്, പിന്നെ ബിസിനസ് അനലിസ്റ്റ് ആയിട്ട്. പിന്നെ ഇവിടെ ഇപ്പൊ വന്ന് ബിസിനസ് അനലിറ്റിക്സിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും ഫുഡിലാണ്, ഞാൻ മാത്രം ബിസിനസ് അനലിറ്റിക്സിൽ സെപ്പറേറ്റ് മാസ്റ്റേഴ്സ്. ഇവിടെ ആരും എടുക്കാത്ത കോഴ്സാണ് ബിസിനസ് അനലിറ്റിക്സ്. നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങളും എടുക്കാമെന്ന് ഞാൻ പറയത്തില്ല. പ്രൊമോഷൻ നിങ്ങൾ വ്യത്യസ്തരായിരിക്കും ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് UCCയില് അല്ലേ. ആരും മറ്റേ ഫുഡ് ബിസിനസ് ആൻഡ് ഇന്നോവേഷൻ ഒന്നും എടുക്കരുത്. എല്ലാവരും മറ്റേ ബിസിനസ് മാത്രം. ഫ്യൂച്ചർ ബിസിനസ് ആണല്ലോ. ഞങ്ങള് ബേസിക്കലി ഇന്ന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് റിക്വയർഡ് എന്ന് വെച്ചാൽ അയർലൻഡ് വരാനുള്ള, അപ്പൊ അത് വെച്ച് തുടങ്ങാം. എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണോ, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്. ബേസിക്കലി 3 പേർക്കും 3 രീതിയിലാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പൊ 3 പേരുടെയും 3 രീതിയിലുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്. അപ്പം ഈ 3 രീതിയിൽ വരുന്നവർക്കും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ വരാനായിട്ട് ഒന്നല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുക, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് എടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ കാശുള്ളവരാണെങ്കിൽ കാശ് മുടക്കി വരാം. ഈ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പൊ ഞങ്ങൾ 3 പേരും അതിൽ ഓരോ ഓപ്ഷൻസ് വഴിയാണ് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി ഇതൊരു നല്ല നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും. അത്യാവശ്യം ഫണ്ണും ആയിരിക്കും. എന്നെ തുടങ്ങും. ഗേൾസ് ഫസ്റ്റ്. അതാണ് ഫൺ. അവിടെ ഫൺ കൂടും. ഓക്കെ, ഞാൻ ലാസ്റ്റ് ഈ മെയിലാണ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്, ലൈക്ക് യൂണിവേഴ്സിറ്റിയിലോട്ട്. സോ ഭയങ്കര ലേറ്റ് ആയിരുന്നു. എനിക്ക് June 30 ലാസ്റ്റ് ആപ്ലിക്കേഷൻ ഡേറ്റ് ഈ ഒരു കോഴ്സിന്, അതായത് ഫുഡ് ബിസിനസ് ആൻഡ് ഇന്നോവേഷന്റെ കോഴ്സിന് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഞാൻ പെട്ടെന്നായിരുന്നു ചെയ്തത്. ജസ്റ്റ് കോപ്പീസ് മാത്രം. ഐ മീൻ ഡോക്യുമെന്റ്സ് എന്തൊക്കെയായിരുന്നു, ലൈക്ക് പാസ്പോർട്ട്, അങ്ങനെ കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. ഞാൻ ഏജൻസി ത്രൂ ആണ് അപ്ലൈ ചെയ്തത്. ഞാൻ നൈപുണ്യ ഏജൻസി ത്രൂ ആണ് ഞാൻ അപ്ലൈ ചെയ്തത്. അവർ അത്യാവശ്യം നല്ല ആൾക്കാരാണ്. ഇനീഷ്യൽ ലൈക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ലാസ്റ്റ് വിസയുടെ കാര്യങ്ങളെല്ലാം അവർ നല്ല രീതിയിൽ ചെയ്തു തരും. നൈപുണ്യ എറണാകുളം, നമ്മുടെ MG റോഡ് ആണോ? അല്ല, മറ്റേ ബെസ്ലിക്കയുടെ ഒക്കെ അടുത്തായിട്ട്. ഒന്നുകൂടെ പറയണം, പെയ്ഡല്ല. പ്രൊമോഷൻ. അപ്പൊ അങ്ങനെ അവർ ത്രൂ ആയിരുന്നു ഞാൻ എല്ലാം ചെയ്തത്. അപ്പം ആദ്യം ഞാൻ IELTS എഴുതിയിട്ടില്ലായിരുന്നു. സോ
ബാക്കിയുള്ള എല്ലാ ഡോക്യുമെന്റ്സും വെച്ചിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തു. എനിക്കപ്പോ ഒരു അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ അല്ലെ, അൺകണ്ടീഷണൽ ഇല്ല, അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിട്ട് എനിക്ക് വന്നു. എന്നിട്ട് അവർ എനിക്ക് ഒരു 1 month തന്നു. ലൈക്ക് ആ മന്തിനുള്ളിൽ IELTS എഴുതി അതിന്റെ എക്സാമിന്റെ ആ ഒരു റിസൾട്ട് തരാനായിട്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ IELTS എഴുതി പൊട്ടിയത്, ആ ഒരു റെക്കോർഡ് മാർക്ക് കിട്ടിയില്ല. അത് ഓക്കെ, എന്ത് കുന്തെങ്കിലും ആവട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സമയം പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഡുവലിംഗോ എന്ന് പറയുന്ന വേറൊരു എക്സാം ഉണ്ടായിരുന്നു. അത് ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഓരോ രീതിയിലാണ്. നമ്മുടെ ഈ ഇംഗ്ലീഷ് എക്സാംസ് ഈ UCCക്ക് ഈ ഒരു പർട്ടിക്കുലർ കോഴ്സിന് ഡുവലിംഗോ ഉണ്ട്, IELTS ഉണ്ട്, പിന്നെ മറ്റേ TOEFL ഉണ്ട്, PT ഉണ്ട്, പിന്നെ വേറെ കുറച്ച് ഇങ്ങനെ ബ്രിട്ടീഷ് അതവരുടെ വെബ്സൈറ്റിലുണ്ട് ആക്ച്വലി. അപ്പം അതിനനുസരിച്ചുള്ള മാർക്ക് റിക്വയർമെന്റ് ഉണ്ട്. അപ്പം ഞാൻ പിന്നെ ഡുവലിംഗോടെ ഇതെന്ന് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡുവലിംഗോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാം. ലൈക്ക് വൺസ് നമ്മളത് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഒന്നെങ്കിൽ ഓൺ ദ സ്പോട്ട് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് വിത്തിൻ 30 daysനുള്ളിൽ നമുക്ക് എഴുതാം. അങ്ങനെ ഒരു എക്സാം ഇതായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ 5000 rupees ഉണ്ടായിരുന്നു. IELTS-ന് 16, 17, 18 ആ ഒരു റേഞ്ച്. ഓരോ വർഷം അത് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ മറ്റേ സെന്റർ നമ്മൾ നോക്കി എടുക്കണം. ഇവിടെ അങ്ങനെയൊന്നുമല്ല, വീട്ടിൽ ഇരുന്ന് തന്നെ നമ്മൾ എഴുതിയാൽ മതി. ലൈക്ക് ഒരു ലാപ്പും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്ങും മതി. 2 daysനുള്ളിൽ നമുക്ക് റിസൾട്ട് വരും. ഡുവലിംഗോ മറ്റേതാണെങ്കിൽ നമ്മൾ ഒരു 21 days എടുക്കും IELTS-നാണെങ്കിൽ. പക്ഷെ അതും എല്ലാം കൊണ്ട് ലൈക്ക് ഡുവലിംഗ് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഭയങ്കര ഡിഫറെന്റാ IELTS വെച്ചിട്ട്, ഭയങ്കര ഡിഫറെന്റാ. പക്ഷെ റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ് ഈ 4 ഉണ്ട്. പക്ഷെ എന്റെ മെയിൻ ഇത് എല്ലാം ഒരുപോലെ തന്നെ, പക്ഷെ അതിനകത്ത് ഭയങ്കര വ്യത്യാസമാണ്. അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മളിപ്പോ നേരത്തെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നല്ല രീതിയിൽ ഇതിന് ഞാനൊരു ഇതില് പോയായിരുന്നു, ഏജൻസി പോലെ, അക്കോർഡ് എന്ന് പറയും, തൃശ്ശൂരുള്ളത്. നല്ല ആൾക്കാരായിരുന്നു. കോച്ചിങ് പോലെ അല്ല ആക്ച്വലി, എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി. എക്സാം എങ്ങനെയാണ് അങ്ങനെ ഒരു സ്ട്രക്ചർ, പിന്നെ ഒരു എന്നാ പറയുക ലൈക്ക് ഈ എളുപ്പ വഴികളില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു ഇതാണ്. അതൊരു നമ്മളൊരു എല്ലാ വീക്കും അതൊരു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. നമുക്ക് പോയി ഇത് ചെയ്യുന്നതും വേണ്ട, അങ്ങനെയായിരുന്നു. അപ്പൊ ഡുവലിംഗോയിലും ഫസ്റ്റത്തെ ഇതെന്റെ പോയായിരുന്നു, മാർക്ക് പോയായിരുന്നു. രണ്ടാമത്തെ ഇതിലാണ് എന്റെ മാർക്ക് സെറ്റ് ആയത്. അങ്ങനെയൊക്കെ നല്ല കാര്യം. അപ്പൊ അങ്ങനെ അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് കിട്ടി, എക്സാമിന്റെ റിസൾട്ട് കൊടുത്തു. പിന്നെ വരുന്നതാണ് നമ്മുടെ അടുത്ത സ്റ്റേജ്. നമുക്ക് ഇപ്പൊ ഓരോ കോളേജിലും ഓരോ അനുസരിച്ച്. പിന്നെ ഇത് എല്ലാ കോളേജിലും ഇല്ല ആക്ച്വലി. എന്റെ ഇത് UCC-യിൽ എന്റെ ഉണ്ട്. വേറെ എവിടെയൊക്കെയാന്നുള്ളത് നമ്മൾ അവരുടെ ഓരോ കോളേജിന്റെ അല്ലെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നോക്കണം. ഇംഗ്ലീഷിന്റെ ഒരു റിക്വയർമെന്റ് ലിസ്റ്റില് ഏതൊക്കെയാ ഉള്ളത്. IELTS എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഡുവലിംഗോ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഞാൻ ഡുവലിംഗോയ്ക്ക് 5000 ആണ്, നമ്മളൊരു എക്സാം എഴുതുന്നതിന് 5000 ആണ്. അങ്ങനെയുണ്ട്. പിന്നെ മാസത്തിൽ എന്തോ നമുക്കൊരു 3 പ്രാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എളുപ്പമാണ് ആക്ച്വലി IELTS-നെ കമ്പയർ ചെയ്ത് എന്നെ സംബന്ധിച്ച്. പക്ഷെ ഓരോ ആൾക്കാർക്ക് ഓരോരോ രീതിയിലാണ്. ചിലവർക്ക് അത് IELTS ആണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത്. പക്ഷെ എനിക്ക് ഡുവലിംഗോ ആണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത്. കാരണം നമുക്കൊരു ലാപ്പും എവിടെ വേണം, നമുക്ക് സെന്റർ അവിടെ പോയി എഴുതി ഇത് കഷ്ടപ്പെട്ട് എഴുതിയൊന്നും വേണം. നമുക്ക് നമ്മുടെ ആ ഒരു ഇതിൽ എഴുതിയാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്യുമെന്റ്സ് ആയിട്ട്, അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ അത് വീണ്ടും യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്തു ഈ റിസൾട്ടിന്റെ ഇത് വെച്ചിട്ട്. അപ്പൊ അവരെനിക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ തന്നു. സോ ആ ഒരു സെക്ഷൻ സെറ്റായി. ഇനി അടുത്തത് നമ്മൾ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ്. അത് നമുക്ക് മറ്റേ കണ്ടീഷണൽ വേണ്ടത്.
അല്ല അൺകണ്ടീഷണൽ അൺകണ്ടീഷണൽ ആണ് ശരിക്കും അൺകണ്ടീഷണൽ എനിക്കാണ്. അപ്പൊ IELTS എല്ലാം നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമുക്കത് അൺകണ്ടീഷണൽ ആയിട്ടാ വരത്തുള്ളൂ. ഇതെനിക്കിപ്പം ഇതായതുകൊണ്ട് അങ്ങനെ. പിന്നെ ഫിനാൻഷ്യലി ഇതാണെങ്കിൽ എൻ്റെ അങ്കിളാണ് സ്പോൺസർ. നമുക്ക് അയർലൻഡില് മാക്സിമം ഒരു 3 പേരെ സ്പോൺസർ ആക്കാം. സോ എൻ്റെ അങ്കിളായിരുന്നു സ്പോൺസർ. പിന്നെ രണ്ടാമത് എൻ്റെ ആൻറ്റി വന്നു, അതായത് എൻ്റെ അങ്കിളുടെ വൈഫ്. അപ്പം പിന്നെ ഇവർ രണ്ടുപേരായിരുന്നു എൻ്റെ സ്പോൺസർ. സോ അപ്പം അങ്ങനെ ഇവരുടെ നമുക്ക് ഒത്തിരി ഡോക്യുമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇവരുടെ അഫിഡിറ്റി വേണം, പിന്നെ ഇവര് എന്ത് ജോലി ചെയ്യുന്നു, അങ്ങനത്തെ കുറെ കാര്യം. കാരണം ഇവര് അബ്രോഡ് ആയതുകൊണ്ട് എനിക്ക് ITRന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇവരുടെ ID നമ്പറും പിന്നെ മറ്റേ എന്നാ ഇവരെന്ത് വർക്ക് ചെയ്യുന്നു അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ, സാലറി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. പിന്നെ FDയുടെ ഡീറ്റെയിൽസ്, പിന്നെ ഒരു 6 months സ്റ്റേറ്റ്മെന്റ്. അതിപ്പോ എന്റെ അങ്കിളിന്റെ വേണം, ആന്റിയുടെ വേണം, എന്റെ വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അത്ര അഫിഡവിറ്റ് ആണ് നമുക്ക് വേണ്ടത്. അത് അങ്കിൾ അബ്രോഡ് ആയതുകൊണ്ട് അവിടെ പോയിട്ട് വേണം അത് സൈൻ ചെയ്ത് ചെയ്യാൻ. ഇവിടെ നമുക്ക് പറ്റത്തില്ല. അപ്പൊ ഇവിടുന്ന് നോട്ടറിയിൽ നമ്മൾ സെറ്റ് ആക്കിയിട്ട് അങ്ങോട്ടേക്ക് അയക്കുമായിരുന്നു ചെയ്യുന്നത്. അപ്പൊ അവര് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഇത് ചെയ്യാൻ. കാരണം അങ്കിള് ഇല്ലായിരുന്നു, ഞങ്ങളിവിടെ നാട്ടിലില്ല, ആന്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ആന്റി കൊണ്ടുപോയി അവിടെ പോയി ചെയ്യാൻ. അത് അങ്കിളിന്റെയും ആന്റിയുടെയും മാരേജ് സർട്ടിഫിക്കറ്റ്, അവിടെ രണ്ടുപേരുടെയും പാസ്പോർട്ട്, പിന്നെ എനിക്ക് ആന്റി ആയിട്ട് റിലേഷൻ വരുന്നത്. സോ ഞാനും ആന്റി ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്റെ ഫാദറിന്റെയും ആന്റിയുടെ ഒരു ഐഡന്റിറ്റിയും എന്റെ ഫാദറിന്റെ ഒരു ഐഡന്റിറ്റി വെച്ചിട്ട് ഇവരുടെ അപ്പയുടെ, അതായത് എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ നെയിം വെച്ചിട്ടുള്ളത്, അങ്ങനെ ഒരു റിലേഷൻ, അങ്ങനെ ആധാർ കാർഡ്, അങ്ങനെ ഒത്തിരി പേപ്പർ വർക്ക്സ് ഉണ്ട്. അതെല്ലാം ഏജൻസിക്കാർ പറയും. ഓരോ രീതി ഓരോല്ല. ഇപ്പൊ എന്റെ പോലെ ആവണമെന്നില്ല എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നവർക്ക്, എന്റെ പോലെ ആവുന്നില്ല വേറെ ഇങ്ങനെ പേരൻസ് മാത്രമായിട്ട് സ്പോൺസർ ചെയ്യുന്നവരുണ്ടല്ലോ. പേരൻസ് ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എളുപ്പമുണ്ട്. ഇവിടെ ഉള്ളവർക്കും ആണെങ്കിലും എളുപ്പമാണ്. ITRും മറ്റേ CA എല്ലാം ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം എല്ലാവർക്കും അപ്പൊ തന്നെ എല്ലാത്തിനും സൈൻ സിഗ്നേച്ചർ പെട്ടെന്ന്. അപ്പം ഇതെല്ലാം കൂടെ ആക്കി പിന്നെ അതിന്റെ കൂടെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് മേടിക്കും. അത് ഏജൻസിക്കാർ തന്നെ നമുക്ക് ചെയ്യും. നമ്മൾ ക്യാഷ് മാത്രം കൊടുത്താൽ മതി. പിന്നെ വിസയ്ക്ക് ഉണ്ട് ഒരു ഈ വർഷം 10-9 അങ്ങനെ കൂടും. എല്ലാം ഏജൻസി ത്രൂ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് ബേസിക്കലി ഒരു വർഷത്തേക്കിനാണ് സെപ്റ്റംബർ ഇൻടേക്ക് ആണെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് സ്റ്റഡി ആൻഡ് പ്രൊട്ടക്ട്. അതായത് ഈ ഒരു വർഷത്തേക്ക് നമ്മുടെ ഇൻഷുറൻസ് അതിൽ കവർ ചെയ്യും മേജർ ഹെൽത്തിന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ വിസയ്ക്ക് വെച്ചു. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ഒരു ഫസ്റ്റ് വീക്ക് ഒക്കെ ആയപ്പോഴാണ് ഞാൻ വിസയ്ക്ക് വെച്ചത്. ആക്ച്വലി മറ്റേ 31 വർക്കിംഗ് ഡേയ്സ് എടുക്കും എന്നാ പറഞ്ഞത്. ഞാൻ മറ്റേ ഉറപ്പിച്ചത് എനിക്ക് മറ്റേ സെപ്റ്റംബർ 9th ക്ലാസ് തുടങ്ങുക. സെപ്റ്റംബർ 9th കഴിഞ്ഞങ്ങ് പോകുന്നൊക്കെ ഓർത്ത്. സെപ്റ്റംബർ മറ്റേ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേ പോകത്തുള്ളൂ എന്നൊക്കെ ഓർത്ത്. പക്ഷെ ഭാഗ്യത്തിന് പെട്ടെന്ന് എനിക്ക് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് ഒക്കെ ആയപ്പം കിട്ടി. പെട്ടെന്നായിരുന്നു. അത് മാത്രല്ല ഇഫ് നമ്മുടെ മറ്റേ പേപ്പർ വർക്ക്സ് എല്ലാം അടിപൊളിയാണ്. പേപ്പർ വർക്ക്സ് ആണ് മെയിൻ ആയിട്ട് അവര് നോക്കുന്നത്. അതിലും മെയിൻ ആയിട്ട് മറ്റേ ഫിനാൻഷ്യൽ ഇതിന്റെ പേപ്പർ വർക്ക്സ് അത് സെറ്റ് ആണെന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ക്ലിയർ ചെയ്യുന്നൊരു കോൺഫിഡൻസ് വരും. ഫിനാൻഷ്യൽ പേപ്പർ വർക്ക്സ് എല്ലാം ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ. പിന്നെ UCCയിലെ മിക്കതും എല്ലാം ഇപ്പൊ UCC യൂണിവേഴ്സിറ്റി കോളേജ് കോർക്കിലാണെങ്കിലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരാനുണ്ടെങ്കിൽ സെപ്റ്റംബറിന്റേക്ക് മാത്രമേ ഉള്ളൂ. മിക്ക കോഴ്സുകളും സെപ്റ്റംബറിന്റേക്കേ ഉള്ളൂ. പിന്നെ അതിന് അടുത്ത വർഷം നോക്കണം. ഏതാണ്ട് 1-2 മാത്രമേ ഉള്ളൂ. മാർച്ച് മേജർ കോഴ്സുകളൊന്നും ഇല്ല. നിങ്ങളിപ്പോ ഇതിന് പോവാണെങ്കിൽ അതുകൊണ്ട് നേരത്തെ തന്നെ തുടങ്ങി. ഒക്ടോബറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും ആപ്ലിക്കേഷൻ. ഒക്ടോബറിൽ ഇവിടുത്തെ കോഴ്സിന്റെ ഇത് ഓപ്പൺ ചെയ്യും ആപ്ലിക്കേഷൻസ്. അപ്പൊ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് നിങ്ങൾ മറ്റേ എന്നാ പറയണ്ടേ, ആദ്യം ഒരു IELTS അല്ലെങ്കിൽ ഡ്യൂലിംഗോ ഏതാണോ ഇഷ്ടം അത് വെച്ചിട്ട് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത് 2 yearsന്റെ ഇതുണ്ട്.
ജോലിക്കാണെങ്കിലും ജോലി പോക്കാണെങ്കിൽ എൽസ് ആണെങ്കിലും 2 years എക്സ്പയറി ഉണ്ട്. അപ്പോ 2 കൊല്ലത്തേക്ക് ഒരു നോക്കണ്ട, പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ 2 കൊല്ലത്തിന്റെ ഉള്ളിൽ പോവാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ. എന്നായിരുന്നു ഇത് കിട്ടിയത്? വിസ കിട്ടിയത് ഓഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോ, പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു. ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു ആക്ച്വലി. ഞാൻ ഉറങ്ങി രാവിലെ ഗ്രാൻഡ് മദർ വിളിച്ചിട്ട് എന്തോ വിസയുടെ എന്തോ ഇങ്ങനെ ഗ്രൂപ്പിൽ പറയുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നോക്കിട്ട് വിസ അപ്രൂവ്ഡ് ആയി. അപ്പൊ ഏജൻസിയിലെ ചേച്ചി ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിന്നാ പേര്. ചേച്ചിക്ക് എന്നെക്കാളും ഭയങ്കര സന്തോഷമാണ് അപ്രൂവ്ഡ് ആയിട്ടാണ്. കാരണം ലൈക്ക് റിസ്ക് ഉണ്ടായിരുന്നു. കാരണം അങ്കിൾ എന്ന് പറയുന്ന എന്റെ റിലേഷൻ അല്ല, ലൈക് ബ്ലഡ് റിലേഷൻ അല്ല. അപ്പം റിസ്ക് ഉണ്ടായിരുന്നു എന്ന് ചേച്ചിയും പറഞ്ഞായിരുന്നു. ചേച്ചിക്കും ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അപ്പം കിട്ടി എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി, വീട്ടിലെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഭയങ്കര രസമായിരുന്നത്. അതായത് ഇതിന് മുമ്പാണെങ്കിലും മറ്റേ ഫിനാൻഷ്യൽ ഇങ്ങനെ ബ്ലഡ് റിലേഷൻ വെച്ചിട്ട് ഇങ്ങനെ കുറെ ഇത് പോവാണെങ്കിൽ റിജക്ഷൻസ് ഒക്കെ കുറെ വന്ന് കുറെ വീഡിയോസ് ഒക്കെ ഇപ്പോഴും യൂട്യൂബിലൊക്കെ ഉണ്ട്. അതായത് അവർക്ക് റിജക്ഷൻ വന്ന് പിന്നെ റീഅപ്ലൈ ചെയ്യേണ്ടി വന്ന് ഫിനാൻഷ്യൽ പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ കിട്ടും. പോകാൻ തലവര ഉണ്ടെങ്കിൽ എന്തൊക്കെ ഞാനൊക്കെ അവസാന നിമിഷത്തൊക്കെ ഉണ്ട്. എനിക്ക് എന്തിന്റെ ഞാൻ ഓർത്തു. അങ്ങളൊക്കെ വെച്ച് അവസാനം പറഞ്ഞ് അടുത്ത വർഷം നോക്കൂ, എന്തിനിങ്ങനെ ഇത്രയും കഷ്ടപ്പെടും. ഞാൻ പറഞ്ഞു ഈ വർഷം ആണെങ്കിലും ഒന്ന് തലവര പറയാൻ പറ്റത്തില്ല. അപ്പൊ മറ്റേ ഫ്ലൈറ്റ് ടിക്കറ്റ്സിന്റെ അത് ഞാൻ ലൈക്ക് അവസാനത്തെ നിമിഷത്തിലായിരുന്നല്ലോ. അപ്പം ഓഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോ കിട്ടി. സെപ്റ്റംബർ 9th ക്ലാസ് തുടങ്ങും. അപ്പൊ ഒരു 7, 6 എങ്കിലും അവിടെ എത്തുന്ന രീതിയിലായിരിക്കണം. കാരണം ക്ലൈമറ്റ് അപ്പാടെ വേറെയാണല്ലോ. നമ്മൾ കുറച്ചൊന്ന് സെറ്റായി വരണം. അക്കോമഡേഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ഞാൻ ഓർച്ചൊരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മുമ്പായിട്ട് അവിടെ എത്തുന്ന രീതിയിലാവാൻ നോക്കി. അപ്പം എന്നാലും ഫ്ലൈറ്റിന്റെ ഇത് കുറച്ച് കൂടെ. ഞാൻ നേരെ കോർക്കിലോട്ടായിരുന്നു. ഇപ്പം കൊച്ചി ടു ഡബ്ലിനിലായിരുന്നെങ്കിൽ പിന്നെ ഷീപ്പായിരുന്നേനെ. പക്ഷെ അത് ഒറ്റ ഇതാണ്. ലൈക് രാവിലെ കൊച്ചിക്ക് ഇറങ്ങുക, കൊച്ചിയിൽ നിന്ന് കയറുവാണെങ്കിൽ രാത്രി എത്തുന്ന രീതിയിലായിരുന്നു. അതിനെപ്പോഴായിരിക്കില്ലേ കൊച്ചിയിൽ ഇറങ്ങുക. ഞാൻ അടുത്ത വർഷം ഫണ്ട് തീർന്നു. അപ്പൊ പെട്ടെന്നായതുകൊണ്ട് കോർക്കിലോട്ട് ആകുമ്പോ ഉച്ചക്ക് എത്തുക. അപ്പൊ ഫ്രണ്ട്സ് വരാന്ന് പറയുകയും ചെയ്തു. അപ്പൊ വീട്ടുകാർക്കും രാത്രി എത്തുന്നതിനേക്കാളും വേറെ കൺട്രി എത്തുന്നതിനേക്കാളൊക്കെ ഉച്ചയ്ക്ക് എത്തുന്ന രീതിയിലായതുകൊണ്ട് കോർക്കായി ചെയ്തത്. അറൗണ്ട് ഒരു 1 lakh സംതിങ് ആയി ആക്ച്വലി. പക്ഷെ നിങ്ങളിപ്പോ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് നേരത്തെ ഇത് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് പിന്നെയും കുറയും. നല്ല ആരോഗ്യം നല്ല ഇതുള്ളവരൊക്കെ ആണെങ്കിൽ ഡബിളിൽ ഇറങ്ങിയാൽ മതി. അപ്പൊ അങ്ങനെയാണ് ബേബി മോൾ ഇവിടെ എത്തിയത്. ഞങ്ങള് എന്നെ വിളിക്കണ ബേബി മോൾ എന്നാട്ടോ. ഇനി ബേബി മോൻ പറയും. എന്റെ ബേബി മോൻ ഇത് ഞങ്ങളുടെ സർദാർജിയാണ്. പിന്നെ പറയാം എന്റെ മാത്രം ഈ വീട് സർദാർ മൻസിൽ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സർദാർ. അത് എക്സ്ക്ലൂസീവ് എപ്പിസോഡ് എന്റെ മാത്രം. അത് വരത്തില്ല കേട്ടോ. ഞാൻ ഇവിടെ വന്നതെന്ന് വെച്ചാല് ഞാൻ ആക്ച്വലി 2022 എഞ്ചിനീയറിംഗ് പാസ് ഔട്ടായ സമയത്ത് എന്റെ ഫ്രണ്ട് ഉണ്ട് ശ്രുതി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശ്രുതിയും കുക്കും അവര് IELTS എഴുതി അവര് ഇങ്ങോട്ട് വരാൻ നിൽക്കണായിരുന്നു. അപ്പൊ ശ്രുതി UCD ഡബ്ലിനിലുള്ള കോളേജിലോട്ടാണ് അവൾ അപ്ലൈ ചെയ്തത്, കുക്കു UCC-ലോട്ടും. അപ്പോൾ ആ ടൈമിൽ ഞാനും IELTS എഴുതി. എന്നിട്ട് ഞാൻ UCD-യിൽ വെച്ച സമയത്ത് എനിക്ക് കിട്ടിയില്ല. ബേസിക്കലി ഞാൻ അപ്പൊ ചെയ്ത മണ്ടത്തരം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ വെക്കണ സമയത്ത് മാക്സിമം അത്യാവശ്യം നല്ല കോളേജുകളിൽ വെക്കാം. ഇപ്പൊ അയർലൻഡിലാണെങ്കിൽ അയർലൻഡിലുള്ള മാക്സിമം നല്ല ഒരു 3-4 കോളേജിൽ വെക്കാം. ഞാൻ ആ ടൈമിൽ ചെയ്ത മണ്ടത്തരം എന്ന് വെച്ചാൽ എനിക്ക് UCD-യിലായിരുന്നു വേണ്ടത്. അപ്പൊ ഞാൻ UCD-യിൽ വെച്ച്, അത് കിട്ടിയില്ല. IELTS എഴുതി പാസ്സായി ആ കൊല്ലം തന്നെ. UCD-യിൽ വെച്ച് റിജക്ഷൻ ആയി കിട്ടിയില്ല. പിന്നെ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത സെപ്റ്റംബർ ഇൻടേക്കേ ഉള്ളൂ. അപ്പൊ ആ കൊല്ലം അങ്ങനെ പോയി കിട്ടി. IELTS എഴുതിയ സമയത്തും ഞാൻ ഈ ഒരു ലാസ്റ്റ് മൂമെന്റിലായിരുന്നു.
2022 എനിക്ക് എങ്ങനെയെങ്കിലും പോകാനുള്ള ധൃതിയായിരുന്നു, നാട് വിടണമെന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പൊ ആ ടൈമിൽ ഞാൻ IELTS 2 മാസത്തെ ക്രാഷ് കോഴ്സ് എടുത്ത് എറണാകുളത്ത്. ബേസിക്കലി അത് എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ എൻ്റെ ഒരു 9,000 രൂപ പോയി 2 മാസത്തെ ക്രാഷ് കോഴ്സിന് IELTS. ഞാൻ ആകെ 2 ആഴ്ച എന്തോ പോയുള്ളൂ. 2 ആഴ്ച പോയിട്ട് 3-ാമത്തെ ആഴ്ച ഞാൻ എക്സാം എഴുതി. കാരണം എനിക്ക് ഇതിന് വെക്കണം, ഓഫർ ലെറ്റർ കിട്ടണം. അപ്പൊ മൊത്തത്തിൽ ടൈം ശരിക്കും എനിക്കൊരു എന്താ പറയണ ഒരു പ്രശ്നമായി മാറി. 9,000 രൂപ കൊടുക്കുകയും ചെയ്തു ഞാൻ 2 മാസത്തിന്. അപ്പൊ 2 ആഴ്ച കോച്ചിങ്ങിന് പോയപ്പോ തന്നെ മനസ്സിലായി ഇത് ബേസിക്കലി കോച്ചിങ്ങിന് കൊണ്ട് ആവശ്യമില്ല. ഇംഗ്ലീഷ് അത്യാവശ്യം അറിയുന്ന ആൾക്കാരാണെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ നോക്കിയ ചാനൽസിന്റെ ലിങ്ക് ഞാൻ ഇട്ടുതരാം, അത് നോക്കി പഠിച്ചാൽ മതി. ഈ കോച്ചിങ്ങിന് പോയാലുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ അവരുടെ സ്റ്റഡി മെറ്റീരിയൽ കിട്ടും. സ്റ്റഡി മെറ്റീരിയൽ കിട്ടിയാൽ പിന്നെ പോയ വേണ്ട. അപ്പൊ ബേസിക്കലി നിങ്ങളുടെ അവിടെ തന്നെ ആരെങ്കിലും ഒക്കെ പോയിട്ടൊക്കെ ഉണ്ടാവും കോച്ചിങ്ങിന്. അപ്പൊ അവരുടെ അടുത്ത് സ്റ്റഡി മെറ്റീരിയൽ കിട്ടണമെങ്കിൽ അതെടുക്കാം, യൂട്യൂബ് നോക്കാം, അതിലിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് കിട്ടും. അത് വലിയ പാടില്ല. ഇംഗ്ലീഷ് ഒട്ടും പറ്റണില്ലാത്തവരാണെങ്കിൽ മാത്രം പോയാൽ മതി IELTS കോച്ചിങ്ങിന്. വെറുതെ അത് പോയിട്ട് കാശ് കളയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വെറുതെ കളഞ്ഞതാ. അപ്പൊ ഞാൻ 2 ആഴ്ച പോയിട്ട് മൂന്നാമത്തെ ആഴ്ച എഴുതണം എന്നായിരിക്കും. അപ്പൊ ഞാൻ എഴുതാൻ നോക്കിയപ്പോഴത്തേക്കും ഈ സ്ലോട്ടിന്റെ പ്രശ്നം വരും. അപ്പൊ ഞാൻ എറണാകുളത്താണ്. അപ്പൊ എറണാകുളത്ത് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ തൃശ്ശൂര് നോക്കാന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ പോയി എഴുതിയത് പെരുമ്പാവൂർ ഭാഗത്താണ് ഞാൻ എഴുതിയത് സ്ലോട്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ധൃതിക്ക് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്ലോട്ട് നോക്കണ സമയത്ത് ഇത്തിരി ദൂരെ നോക്കിയ സ്ലോട്ട് ഉണ്ടാവും, അവൈലബിൾ ആയിരിക്കും. അപ്പോ അത്രയും പോവാൻ ലാസ്റ്റ് മൂമെന്റ് ആയി IELTS എഴുതണം, റിസൾട്ട് വരണം 21 ദിവസത്തില്. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ദൂരമുള്ള സ്ഥലത്ത് നോക്കുക, സ്ലോട്ട് കിട്ടും. ഞാൻ പെരുമ്പാവൂർ എഴുതി. കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. UCC-ലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. 2022 സമയത്താണ് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ IELTS എഴുതി. പെരുമ്പാവൂര് IELTS കിട്ടി. കഴിഞ്ഞപ്പോഴത്തേക്കും UCD-ന്ന് മെയില്. UCD-യിലെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് 1.5 മാസം കഴിഞ്ഞിട്ടാ മെയിൽ വന്നത്. 1.5 മാസം കഴിഞ്ഞ് വന്നത് എന്താണ്, ആക്സെപ്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാ പൊസിഷൻ. അപ്പൊ അവിടെ ആയി അവിടെ പെട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ ഹോപ്പ് അങ്ങോട്ട് വിട്ട് ജോലിക്ക് കയറി. പിന്നെ 2023 ആയപ്പോ ഞാൻ ഒന്നും കൂടി അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ പിന്നെ UCD-യിൽ വെച്ച് UCC-യിലും വെച്ച്. എന്നിട്ട് എനിക്ക് UCC-ന്ന് മെയിൽ വന്നു. UCC-ന്ന് എനിക്കൊരു എന്താ പറയണ 2 ആഴ്ചക്ക് മുന്നേ തന്നെ മെയിൽ വന്നു, ഓഫർ ലെറ്റർ വന്നു. മെയിലിൽ വന്നേക്കണം നിങ്ങൾക്ക് ഇങ്ങനൊരു സീറ്റ് ഇത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഓഫർ ലെറ്റർ ആണെന്ന് പറഞ്ഞിട്ടൊരു മെയിലിൽ ഓഫർ ലെറ്ററും കാര്യങ്ങളും തന്നവർ. അപ്പൊ ആ ടൈമില് IELTS-ന്റെ സ്കോറുണ്ട് കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആ ടൈമിൽ പക്ഷെ എനിക്ക് പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ പേപ്പർ വർക്ക്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം പ്രശ്നങ്ങളായിരുന്നു. കാരണം ഇവിടെ വന്നെങ്കിലും 3 കൊല്ലത്തെ ITR അടച്ചിരിക്കണം. ഇപ്പൊ ഫാദർ ആണെങ്കിൽ, എന്റെ ഫാദർ ചെയ്യണത് ബേസിക്കലി സ്റ്റീലിന്റെ ബിസിനസ്സാണ്, സ്റ്റീലും സ്ക്രാപ്പുമാണ്. 3 കൊല്ലത്തെ ITR വേണം. പിന്നെ സ്ക്രാപ്പിന്റെ സ്റ്റീലിന്റെ ബിസിനസ് ആകുമ്പോ ബേസിക്കലി ഞങ്ങൾക്കൊരു സ്ഥാപനം ഉണ്ട്. പക്ഷെ ആ സ്ഥാപനം എന്താ പറയണത് ഗവൺമെന്റ് രജിസ്റ്റേർഡ് അല്ല. നമ്മൾ വാടകയ്ക്ക് ഒരു ഗോഡൌൺ പോലെ എടുത്തിട്ട് ഗോഡൌണിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ എന്താ പറയുക ലേലം പോലെ പഴയ ഇരുമ്പോണെന്ന് വെച്ചിട്ട് ആ ഇരുമ്പ് വിൽക്കണേണ്. ബേസിക്കലി അതൊരു കമ്പനി പോലെ അല്ല. അപ്പൊ ITR നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളായി. അപ്പൊ പേപ്പർ വർക്ക്സ് അവിടെ മുടങ്ങി. പിന്നെ ഫണ്ട് ഉണ്ടായിരുന്നില്ല. 2023 ആയപ്പോ എന്റെ കയ്യിൽ ഫണ്ടും ഇല്ല. പക്ഷെ അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ വീടിന്റെ ആധാരം വെച്ചിട്ട് പരിപാടി നടത്താന്നാണ് പറഞ്ഞത്. ടിപ്പിക്കൽ വഴിക്ക് പോവാന്ന് വിചാരിച്ച്. പക്ഷെ ITR-ന്റെ പ്രശ്നങ്ങൾ നിന്നുകൊണ്ട് ആ പേപ്പർ വർക്ക് നടക്കുന്നുണ്ടായിരുന്നില്ല. വർഷങ്ങളായപ്പോ 2023 എനിക്ക് നടന്നില്ല കാര്യം. പിന്നെ 2024 വരാൻ വേണ്ടി ഞാൻ ഇരുന്നേച്ചു. അപ്പൊ 2023 ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് അനീറ്റ എന്ന് പറഞ്ഞിട്ട്, അവളുടെ കൂടെ വരാനായിരുന്നു വെച്ചാൽ അവള് കയറിപ്പോയി. അവളപ്പൊ കയറിപ്പോയി. അപ്പൊ പറഞ്ഞിട്ട് അവള് കയറിപ്പോയി. അപ്പൊ അവളാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഡെഫർ ചെയ്യാന്ന്. അപ്പൊ ഗൈസ് ഇതെന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങള് 2023 ഇപ്പൊ എന്റെ പോലെ വെച്ചിട്ട് ഫണ്ടോ പേപ്പർ വർക്ക്സോ റെഡി ആയില്ല. ഇത് എന്ന് വെച്ചാൽ ഞാൻ ആ ടൈമിൽ 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അതിന്റെ സീറ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടി UCC-യിൽ 1 lakh rupees. അപ്പൊ ഈ
നമ്മുടെ ഈ 1 lakh rupees റീഫണ്ട് കിട്ടണ എങ്ങനെയാന്ന് വെച്ചാൽ വിസ റിജക്ഷൻ വന്നാൽ മാത്രമേ റീഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഫണ്ട് ഇല്ല, പേപ്പർ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളത് വിട്ട് കളഞ്ഞാൽ 1,00,000 രൂപ പോകും. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് അനീറ്റ പറഞ്ഞത് ഡെഫർമെന്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ടെന്ന്. ഡെഫർ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഈ സീറ്റ് ഇവർ സെക്യൂർ ചെയ്യും അടുത്ത കൊല്ലം വരെ. എന്ന് വെച്ചാൽ ഡെഫർ ചെയ്ത് വെക്കും ആ സീറ്റ്, എന്ന് വെച്ചാൽ ഫ്രീസ് ചെയ്ത് വെക്കണ പോലെ അടുത്ത കൊല്ലം കിട്ടും. അങ്ങനെ ആ ഡെഫർമെന്റ് സക്സസ്ഫുൾ ആവണം. അടുത്ത കൊല്ലം ഇത്രയും പേര്, ഇത്രയും കുറവ് പിള്ളേരാണെങ്കിൽ നമുക്ക് ആ സീറ്റ് കിട്ടും, ഇല്ലെങ്കിൽ ആ ഫണ്ട് പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു അനീറ്റ് പറഞ്ഞ് ഡെഫർ ചെയ്യടാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, അടുത്ത കൊല്ലം പോകാൻ പ്ലാനൊന്നും ഇല്ല, എന്തെങ്കിലും ആവട്ടെ ഡെഫർ ചെയ്തേക്കാന്ന് വെച്ചു. അപ്പൊ ഞാൻ ഡെഫർ ചെയ്ത് ആദ്യം ഞാൻ എന്റെ നോർമൽ ലൈഫിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കണായിരുന്നു. ജോലിയൊക്കെ എടുത്ത് അത്യാവശ്യം ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അടുത്ത കൊല്ലം ആയപ്പോഴത്തേക്കും 2024 ആയപ്പോഴത്തേക്കും ഡെഫർമെന്റ് സക്സസ്ഫുൾ ആയി. അപ്പൊ ഞാൻ ഇത് വീട്ടിൽ പറഞ്ഞു വീട്ടുകാരോടാ, നീ 2 കൊല്ലം ട്രൈ ചെയ്യണം, പിന്നെ ഇതും ശരിയായല്ല, നീ ട്രൈ ചെയ്യ, നമുക്ക് ഫണ്ടിന്റെ കാര്യം എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. ഫണ്ടിന്റെ കാര്യം എന്തെങ്കിലും ചെയ്യാന്നുള്ള ഡെഫർമെന്റ് സക്സസ്ഫുൾ ആയി. എന്നിട്ട് ഞാൻ അടുത്ത പ്രോസസ് ഉള്ളത്, അടുത്ത സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ചെയ്യേണ്ട സമയത്ത്, അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കേണ്ട സമയത്ത് തന്നെ ITR ഫയലിംഗും റെഡിയായി 3 കൊല്ലത്തെ. അപ്പൊ എല്ലാം ഇങ്ങനെ പോസിറ്റീവ് സൈൻസാ. ITR ഫയലിംഗ് ശരിയായി, ഫിനാൻഷ്യൽ ഡിക്ലറേഷൻ എടുത്തു അപ്പന്റെ. നമുക്ക് ഈ ഫിനാൻഷ്യൽ ഡിക്ലറേഷൻ ബേസിക്കലി എടുക്കാൻ ഏതെങ്കിലും അഡ്വക്കേറ്റിന്റെ അടുത്ത് പോകാം. നിങ്ങൾ അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയിട്ടിട്ട് ഫാദറിന്റെ ബിസിനസിന്റെ ഡോക്യുമെന്റ്സ് കുറച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ചെയ്തു തരും ഫിനാൻഷ്യൽ ഡിക്ലറേഷൻ. ആണ് ഈസിയസ്റ്റ് വേ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞങ്ങൾ ഫിനാൻഷ്യൽ ഡിക്ലറേഷൻ റെഡിയായി, ITR-ഉം റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏജൻസി ആയിട്ട് കോണ്ടാക്ട് ചെയ്ത്, നൈപുണ്യ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത്. ഫെബി ചേച്ചിയാണ് എന്റെ ചെയ്തത്. ഹെനഡോ അതിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും സെയിം ഏജന്റാ ചെയ്തത്. ഫെബി ചേച്ചി പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും വിസക്ക് വെക്കാനുള്ള ടൈമായി. അപ്പോഴത്തേക്കും ഫണ്ടിന്റെ കുറെ പ്രശ്നങ്ങളായി എനിക്ക്. അപ്പൊ ഞാൻ ബിടെക് ചെയ്തപ്പോൾ ഞാൻ ഓൾറെഡി ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഫണ്ട് റെഡി ആവാത്തതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിച്ചു, നമ്മൾ ഒന്നും കൂടി ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കാന്ന് വിചാരിച്ചു UCC-ലോട്ട് വരാൻ. അപ്പൊ ഗൈസ് നിങ്ങൾ ഇത് നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ പേരിൽ ഒരു എഡ്യൂക്കേഷൻ ലോൺ ഓൾറെഡി ഉണ്ട്, അപ്പൊ വേറൊരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങളാണ്. ഞാൻ വിചാരിച്ചു കിട്ടും, നമ്മൾ പിന്നെ ടൈമിങ്ങിനെ ലാഗ് ചെയ്ത് പോയി, പണി പാളി. അപ്പൊ ബേസിക്കലി എഞ്ചിനീയറിംഗിന്റെ എഡ്യൂക്കേഷൻ ലോൺ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വേറൊരു മാസ്റ്റേഴ്സിന് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പറ്റില്ല. അപ്പൊ ആ വഴി ക്ലോസ് ആയി. പിന്നെ നൈസായിട്ട് അപ്പന്റെ അടുത്തൊക്കെ സംസാരിച്ച്, അപ്പന്റെ അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ച് അവരുടെ തറവാട് വിറ്റ് അവരുടെ കാശ് കുറച്ച് കിട്ടി. കാശ് കുറച്ച് കിട്ടിയപ്പോഴത്തേക്കും വൈകിയപ്പോഴത്തേക്കും വിസക്ക് വെക്കാൻ പോണായിരുന്നു ഞാൻ. വിസക്ക് വെക്കാൻ പോണതിന്റെ 2 ദിവസം മുന്നേ IELTS എക്സ്പയർ ആയിട്ട്. IELTS എക്സ്പയർ ആയപ്പോഴത്തേക്കും പണി പാളി. പിന്നെ ഞാൻ ഡൗൺ ആയി. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു ഇനിയിപ്പോ പോക്ക് നടക്കും തോന്നണില്ല, കാരണം ഓഗസ്റ്റ് ആവാറായി. ഞാൻ വെച്ചു ഇനിയിപ്പോ നടക്കൂല. IELTS എഴുതി റിസൾട്ട് സ്ലോട്ട് എടുത്ത് റിസൾട്ട് എപ്പോ 23 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. കാരണം ആ സമയത്തേക്ക് ഈ അതായത് അപ്രൂവ് ആവുന്നവർക്ക് 1.5 മാസമൊക്കെ എടുക്കുന്നുണ്ട്. പേപ്പർ വർക്ക്സിന്റെ ഓട്ടത്തില് നമ്മൾ ടെൻഷനാ. അതിന്റെ കൂടെ ഇത് കൂടെ ആക്കുമ്പോ അപ്പോഴാണ് ഞാൻ വന്നത് ദൈവദൂതൻ. പണി പാട് വെക്കി വീട്ടുകാരുടെ ഞാൻ പറഞ്ഞപ്പോ ഇപ്പൊ പോയി അടുത്ത കൊല്ലം നോക്കാം, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഞാൻ വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഇവള് പറയണം. ഇവളിങ്ങനെ IELTS ആദ്യം പൊട്ടി, പിന്നെ IELTSന്റെ റിക്വയർഡ് മാർക്ക് കിട്ടിയില്ല ബേബിമോൾക്ക്. അപ്പൊ ബേബിമോള് ഡ്യുവലിംഗോ എന്ന് പറഞ്ഞ ടെസ്റ്റിലോട്ട് കടന്നു. അങ്ങനെ ഡ്യുവലിംഗോ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഡ്യുവലിംഗോ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഞാൻ എടുത്ത് നോക്കിയപ്പോ ഇങ്ങനൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനും ഡ്യുവലിംഗോ എഴുതാന്ന് വിചാരിച്ച്. ഡ്യുവലിംഗോ ബേസിക്കലി നിങ്ങൾ ഗൂഗിളിൽ ചുമ്മാ പോയിട്ട് ഡ്യുവലിംഗോ ടെസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ലെഫ്റ്റ് കോർണറിൽ നടുക്കായിട്ട് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഡ്യുവലിംഗോ. അത് എത്ര വേണമെങ്കിലും അത് ഒരു ഇൻഫിനിറ്റ് ടൈം നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. എനിക്ക് ബേസിക്കലി ഡ്യുവലിംഗോ ടഫായിരുന്നു. IELTS ആയിരുന്നു എനിക്ക് ഈസി. ഇവൾക്ക് എനിക്കത് ബേബിമോൾക്ക് ഏതായിരുന്നു ഈസി? ഡ്യുവലിംഗോ ആയിരുന്നു ഈസി. എനിക്ക് കുറച്ചും കൂടി ഒരു സെന്ററിൽ പോയിട്ട് പേപ്പറിൽ എഴുതണതും ഒരാള് നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കണം, ഫീൽ കിട്ടണം. അപ്പൊ ഈ ഡ്യുവലിംഗോ IELTSഉം സെയിം സ്ട്രക്ചർ ആണെന്ന് വെച്ചാല് സ്പീക്കിംഗ്, റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ്. അപ്പൊ ഈ 4 ടെസ്റ്റുകളാണ്. അപ്പൊ ഈ സ്പീക്കിംഗ് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പാടാണ്. ഡ്യുവലിംഗോ എന്ന് വെച്ചാല് നമ്മൾ ക്യാമറ ഓൺ ആക്കുക, ഈ AI ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടാവും, എന്നിട്ട് 2 minutes ടൈമർ വരും. അപ്പൊ നമ്മള്
ജസ്റ്റ് ആ മോണിറ്ററിലോട്ട് നോക്കി സംസാരിക്കണം. 2 മിനിറ്റ് ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം. അതെനിക്ക് ഭയങ്കര പാടാണ്. എനിക്ക് ഈ ടൈമർ പോണാകുമ്പോൾ ടെൻഷനാവും. പണ്ടാറ് 2 മിനിറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുവോടാ. നമ്മൾ ഈ ടെസ്റ്റിന് IELTS ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ കാര്യം എന്ന് വെച്ചാൽ ഒരു എന്താ പറയണ അവരെന്താ പറയണ ഒരു പ്രൊഫസറോ ഓപ്പോസിറ്റ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു പേഴ്സൺ ഉണ്ടാവും. ആ പേഴ്സൺ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മള് പുള്ളിയുടെ മുഖത്ത് നോക്കി പറയാം ഒരു ഇന്റർവ്യൂർ എന്ന് പറയാം. അപ്പൊ പുള്ളിക്കാരി ഒന്നല്ലെങ്കിൽ തല കാട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ചരിക്കും, ചിരിക്കും, എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ നമുക്കൊരു സമാധാനമാണ്. ഈ കമ്പ്യൂട്ടർ നോക്കുമ്പോ ഒന്നുമില്ല, നമ്മള് എന്തോ പറയണ പോലെയാണ്. അത് ഭയങ്കര ഡാർക്കായിരുന്നു എനിക്ക്. പിന്നെ ടൈപ്പിംഗ് ആയിരുന്നു. പിന്നെ MCQ പോലത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഡ്യൂലിംഗോയില് അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. ബേസിക്കലി പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കും വാവ് ഇത് ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അത് മറ്റേ സ്കോർ ഇത് ചെയ്തനുസരിച്ച് ഇപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു UCC നമുക്കൊരു 120 ഓവറോളും 110 ഈച്ചും വേണം. അപ്പൊ പ്രാക്ടീസ് സെക്ഷനിൽ നമുക്ക് ഓവറോൾ മാത്രമേ കാണിക്കത്തുള്ളൂ, ഈച്ച് സെക്ഷൻ കാണിക്കത്തില്ല. അപ്പൊ ഒരു അറൌണ്ട് ഒരു നിങ്ങൾ എപ്പോ പ്രാക്ടീസ് ചെയ്താലും അറൌണ്ട് ഒരു 135-150 എങ്കിലും എടുക്കുന്ന രീതിയിലായിരിക്കണം. അല്ലേ പിന്നെ കാരണം ഇപ്പൊ നമ്മളിപ്പോ ആദ്യത്തെ എക്സാമിന് തന്നെ നമ്മൾ 120 തന്നെ എടുക്കുവാണെങ്കിൽ അടുത്ത എക്സാമിന് നമുക്ക് 120 കിട്ടത്തുള്ളൂ. അതങ്ങനെ ആ പ്രോസസ്സ് അങ്ങനെയാണ് ആക്ച്വലി. അത് കൂടുതൽ കിട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ മാക്സിമം ട്രൈ ചെയ്യണം. നല്ല സ്കോർ മേടിക്കണം. കാരണം 180 120 വേണം. അതും 4 ടെസ്റ്റുകളാണ്, സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്. ഈ 4 ടെസ്റ്റിലും ഇൻഡിവിജ്വലി 110 വെച്ചാണ് സ്കോർ. ഓവറോൾ 120 വേണം. അപ്പൊ ഞാൻ 2-3 പ്രാവശ്യം ഒരാഴ്ച പ്രാക്ടീസ് ചെയ്ത് അടുത്ത ആഴ്ച ടെസ്റ്റ് എഴുതി കിട്ടി, ഡ്യൂലിംഗ് കിട്ടി. അപ്പൊ പിന്നെ ഹാപ്പി. റിക്വയർഡ് മാർക്ക് കിട്ടി, 125 കിട്ടി. ഞാൻ എഡിറ്റർ. ഞാൻ പോയത് സെയിം സ്ഥലത്താട്ടെ, ബേബിമോള് പോയ സെയിം സ്ഥലത്ത്, തൃശ്ശൂര്. എന്തായിരുന്നു അക്കോഡ്. മിഥുൻ സാറാ ഞങ്ങളെ ട്രെയിൻ ചെയ്ത് ഒരാഴ്ച 1 വീക്ക് ട്രെയിനിങ് തന്നായിരുന്നു. സ്ട്രക്ചർ പോയി ചെയ്യൊന്നും വേണ്ട, ഓൺലൈനായിട്ട് നമുക്ക് കോഴ്സ് ചെയ്യാം. അപ്പൊ അതങ്ങനെ എഴുതി, അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് കുറച്ച് പേപ്പർ വർക്ക്സും കൂടി ഉണ്ടായിരുന്നു. പിന്നെ CA വാല്യുവേഷൻ എന്ന് വെച്ചാല് ചാർട്ടേഡ് അക്കൗണ്ടന്റ് നമ്മുടെ അസറ്റ് വാല്യുവേറ്റ് ചെയ്യും. അപ്പൊ അത് ബേസിക്കലി നമ്മുടെ അസറ്റിന്റെ ഡോക്യുമെന്റ്സ് കൊണ്ടേ വെക്കാം. നമ്മുടെ ആധാരം, പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ എന്താ പറയുക സ്കെച്ച്, അതൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഒരു CA കാരൻ അസറ്റ് വാല്യുവേറ്റ് ചെയ്തിട്ട് CA വാല്യുവേഷൻ എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ പോലീസ് ക്ലിയറൻസിന് അപ്ലൈ ചെയ്യാം. അത് നിയർ ബൈ സ്റ്റേഷനിൽ എവിടെയെങ്കിലും പോയിട്ട് പോലീസ് ക്ലിയറൻസിന് അപ്ലൈ ചെയ്യാം. പാസ്പോർട്ട് ഓഫീസിൽ പോകണം, അതിന് മുമ്പ് അപ്ലൈ ചെയ്യണം. നമുക്കറിയാം അത് ഏജൻസി എന്തായാലും ഏജൻസി എല്ലാം പറഞ്ഞുതരും. അത് പോലീസ് ക്ലിയറൻസ് വലിയ പാടില്ല, പക്ഷെ അത് കിട്ടാൻ പാടാണ്. പിന്നെ അതിന് 6 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ. നിങ്ങൾ അതനുസരിച്ച് വേണം. അതായത് നിങ്ങൾക്ക് ഏതാണ്ട് എല്ലാ ഡോക്യുമെന്റും സെറ്റ് ആയി കഴിഞ്ഞിട്ട്, കാരണം ഇത് ഒരു 1 മന്ത് എടുക്കാം, അല്ലെങ്കിൽ 1.5 മന്ത് എടുക്കാം, ഡിപ്പെൻസ് ആണ്. എല്ലാം സെറ്റ് ചെയ്തിട്ടല്ല, എല്ലാം ഒന്നും മൂവിങ് ആയി തുടങ്ങി കഴിഞ്ഞിട്ട് നല്ലത്. ഇപ്പൊ സെപ്റ്റംബറിലേക്ക് വരാനാണെങ്കിൽ ഒരു ജാനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് സാധനം കൈ കിട്ടും. PCC പെട്ടെന്നായിരുന്നു കിട്ടിയത്, ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് കിട്ടിയത്. PCC അല്ല, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അതാണ് നമുക്ക് ഉദ്ദേശിച്ചത്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ വന്ന റിക്വയർമെന്റ് എന്ന് വെച്ചാല് 6 മന്ത്സ് മെച്ചുവേർഡ് മണി വേണം നമ്മുടെ VC-ന്. അപ്പൊ ഇവിടെ UCC-ല് 6 മന്ത്സ് മെച്ചുവേർഡ് മണി 10 lakhs ആയിരുന്നു, 10 lakh rupees ആയിരുന്നു. എന്ന് വെച്ചാല് കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണത്. എന്ന് വെച്ചാല് 6 മാസം ആയിട്ട് 10 ലക്ഷം രൂപ നമ്മുടെ സ്പോൺസറിന്റെ അക്കൗണ്ടിൽ കിടക്കണുണ്ടെന്നുള്ളതിന്റെ ഒരു പ്രൂഫ്. ഇപ്പൊ FD ആണെങ്കിൽ 6 മാസമായിട്ടും ആ 10 ലക്ഷം രൂപ അങ്ങനെ തന്നെ കിടക്കണം, കൂടുതൽ. ആ ഒരു പ്രൂഫ് വേണം. ഞാൻ വന്നതെന്ന് വെച്ചാൽ എന്റെ സ്പോൺസർ എന്റെ ഫാദർ ആയിരുന്നു, എന്റെ പപ്പയായിരുന്നു. കാരണം ആ പ്രോപ്പർട്ടി വിറ്റ് അപ്പം കാശാണ്, അങ്ങനെയാണ് പോയത്. അപ്പൊ ഈ FD 6 മന്ത്സിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് FD എടുക്കണം. അത് ഈ 6 മന്ത്സിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കിടക്കണ ഈ എമൗണ്ട് മെച്ചൂർഡ് ആയിരിക്കണം, 6 മാസമായിട്ട് കിടക്കണം. അപ്പൊ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ ബേസിക്കലി. അപ്പൊ പേപ്പർ വർക്ക്സ് വന്നത് ബേസിക്കലി ഫിനാൻഷ്യൽ ഡിക്ലറേഷൻ, ITR, സ്പോൺസർഷിപ്പിലാണെങ്കിൽ കേട്ടോ ഇതൊക്കെ. ഫിനാൻഷ്യൽ ഡിക്ലറേഷൻ, ITR 3 വർഷത്തെ, പിന്നെ 6 മന്ത്സിന്റെ FD സ്റ്റേറ്റ്മെന്റ്, പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്,
പിന്നെ CA വാല്യുവേഷൻ, പിന്നെ നമ്മുടെ ജോലി ഏതാണ് ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റിന്റെ റിസൾട്ട്. ഒരു നമ്മളൊരു ബുക്ക്ലെറ്റ് പോലെയാണ് നമ്മൾ മറ്റേ വിസയ്ക്ക് ഇതിന്റെ ഫോട്ടോ തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ വീഡിയോയുടെ എവിടെയെങ്കിലും ഇവിടെ ഇപ്പുറത്താ ഇവിടെ ഇങ്ങനെയുള്ള ഫോട്ടോ ഉണ്ട്. അത് ഒരു ബണ്ടിലുണ്ട് ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ച് വിസക്ക് വെച്ചത് ഞാനും സെയിം ടൈമിൽ അതിനാണ് ഫസ്റ്റ് വീക്ക് എനിക്ക് ഫസ്റ്റ് കാരണം സോയിലായിരുന്നു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ സോയിൽ ആദ്യം പോയത്. ഞാൻ പിന്നെ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടാണ്. പിന്നെ പല ആൾക്കാരും പറയും മറ്റേ ബുക്കിംഗ് കിട്ടത്തില്ല, ലാസ്റ്റ് ആകുമ്പോഴത്തേക്കിനും വിസയ്ക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടത്തില്ല. അതൊക്കെ നമുക്കൊന്നും പ്രശ്നമൊന്നുമില്ല. ഞങ്ങളൊക്കെ ലാസ്റ്റ് മുമ്പിൽ എല്ലാരും പറയുന്നുണ്ട് ചെന്നൈയിലോ അല്ല ബാംഗ്ലൂരിലോ പോയാലാണ് പെട്ടെന്ന് കിട്ടുന്നത്. അങ്ങനെയല്ല, ഞാൻ കൊച്ചിയിലാ പോയത്, സോയില് കൊച്ചിയിലാ പോയത്, അഖില് കൊച്ചിയിലാ കൊടുത്തത്, അതെ ചെന്നൈയിലാ കൊടുത്തത്. ഞങ്ങൾ എല്ലാം സെയിം ആണ്. ബേസിക്കലി കൊച്ചിയിലാണെങ്കിൽ ഒരു ദിവസം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ. ആ ഒരു ദിവസം കൂടുതൽ കൊണ്ട് നിങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നു. എന്തിനാ ചുമ്മാ ട്രാവലിന് വേണ്ടി കാശ് പിന്നെ നിങ്ങൾക്ക് മറ്റേ ഇച്ചിരി ദൂരെ പോയാലേ കല്യാണം കഴിച്ച ഒരു മൂടൊക്കെ വരുത്താണെന്നുണ്ടെങ്കിൽ ചെന്നൈയിലൊക്കെ പോയിട്ട് ഇതിന്റെ പേര് പറഞ്ഞ് നമുക്ക് പോയിട്ട് വരാം വീട്ടുകാരെടുത്ത്. മനാലിയോ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് അല്ല പോകുന്നതിന് മുമ്പേ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതും പറഞ്ഞുകൊണ്ടൊക്കെ പോകും. ഇല്ല, പോകുന്നതിന് മുമ്പ് വിടത്തില്ല. ഒരാഴ്ച മുമ്പ് എന്നെ പോവാനുള്ളതല്ലേ, ഒരാഴ്ച മുമ്പ് ബുക്ക് ചെയ്തത്. അത് വേണ്ട, വിസ അപ്രൂവ്ഡ് ആയോ പിന്നെ മറ്റേ പുറത്തോട്ട് ഇറക്കത്തില്ല. നിങ്ങളെ പുറത്തു വരും. എല്ലാവർക്കും പേടിയാ, ടെൻഷനോ. പിന്നെ ഗൈസ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെയും കൂട്ടി ലൈക് കോസ്റ്റ് ഓഫ് ലിവിങ്ങും നമ്മുടെ ട്യൂഷൻ ഫീ എല്ലാം കൂടെയും കൂട്ടി ഇപ്പം എനിക്കും സോയിലിനും അഖിലും ആണെങ്കിലും 30 lakhs ആണ് വന്നത്. UCC-യിൽ 30 lakhs എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ UCC-യിൽ 10 lakhs ആണ് കോസ്റ്റ് ഓഫ് ലിവിങ്, അതായത് കോർട്ടില്, അതായത് ഈ അപ്പൊ ഓരോ കൗണ്ടി അനുസരിച്ച് മാറി. ഇപ്പൊ നിങ്ങൾ UCD അതായത് ഡബ്ലിലാണ് നിങ്ങൾ ഇത് ചെയ്യണമെങ്കിൽ അത് കുറച്ചും കൂടെയും കൂടും. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൗണ്ടി ലൈക് നമ്മുടെ നാട്ടിലത്തെ ഡിസ്ട്രിക്ട് പോലെ അതാണ്. ഇവിടെ ഇപ്പൊ ഞാനിപ്പോ കോർക്കിലെ ഇതാണ്, ഡബ്ലിനാണ് നമ്മുടെ അയർലൻഡിലെ ക്യാപിറ്റൽ. സോ UCD-ലോട്ടൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് കുറച്ചും കൂടെ ഹയർ ആയിരിക്കും. പിന്നെ ഞങ്ങൾക്ക് ട്യൂഷൻ ഫീസ് ലൈക് 1 year ആണ് ഞങ്ങളുടെ മാസ്റ്റേഴ്സ്. സോ അറൌണ്ട് ഒരു 18 lakhs വരുന്നു. ഇപ്പൊ ഓരോ വർഷം കൂടും എന്നാണ്. 1 ലക്ഷം രൂപയുടെ ഒരു വ്യത്യാസം വരും. പിന്നെ ഡെഫർ ചെയ്യുമ്പോഴും കൂടും. അങ്ങനെ ഡെഫർ ചെയ്യുമ്പോ എനിക്ക് 40-something കൂടും, 40,000. പിന്നെ മറ്റേ നമുക്ക് ഈ അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പം ഒരു 1 ലക്ഷം രൂപയുടെ ഒരു സീറ്റ് രജിസ്ട്രേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, സീറ്റ് ഞാൻ സെക്യൂർ ചെയ്തായിരുന്നു 2023. അങ്ങനെ ഡെഫർ ചെയ്തിട്ട് 24 പിന്നെ ഒരു ഹാഫ് സെമ്മിന്റെ നമ്മളൊരു ഓഗസ്റ്റ് ഒരു ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ, പിന്നെ ബാക്കിയുള്ള നമ്മൾ ജാനുവരിയിലാണ് അടയ്ക്കണം. ഒന്നെങ്കിൽ ഫുൾ പേയ്മെന്റ് അടയ്ക്കാം, ഓഗസ്റ്റിൽ തന്നെ അടയ്ക്കാം, അത് ഡിപ്പെൻസ്, അല്ലെങ്കിൽ ഹാഫ് അടയ്ക്കാം. അങ്ങനെ 30 lakhs എന്ന് പറഞ്ഞത് റൗണ്ട് ഓഫ് പോലെയാണ്. കാരണം എപ്പോഴാണ് നമ്മുടെ മറ്റേ യൂറോ കൂടുക ഇറങ്ങുക പറയുന്നത്. അപ്പം ഏജൻസി എപ്പോഴും കുറച്ച് കൂടുതലായിട്ടാണ് പറയുന്നത്. നമുക്ക് 30 lakhs വരെ പോയില്ലായിരുന്നു, എന്നാൽ അറൗണ്ട് ഒരു 27-28 വരെ വന്നുള്ളൂ. പക്ഷെ കോസ്റ്റ് ഓഫ് ലിവിങ് കോർക്കില് 10 lakhs ആണ്. പിന്നെ 18 lakhs സംതിങ് ട്യൂഷൻ ഫീസ്. അങ്ങനെയായിരുന്നു. ബേസിക്കലി 1 year കോഴ്സ്, 2 years stay back, 3 years. 1 വർഷത്തെ കോഴ്സേ ഉള്ളൂ. ഞാൻ ഇവിടെ എത്തിയത് വൈനല്ല. അങ്ങനെ എന്റെ കാര്യങ്ങള് റെഡിയായി, സെറ്റായി. പിന്നെ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഞാൻ എടുത്തപ്പോ ഞാൻ എമിറേറ്റ്സിന്റെ എടുത്തു. എനിക്ക് ലാസ്റ്റ് മൊമെന്റില് 78,000 കിട്ടി. അത് എന്തോ പായത്തിലാണ്. ഞാൻ ബേസിക്കലി എന്റെ നെയ്ബർ ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണ പുള്ളിയാണ്. അത് പുള്ളി സെറ്റ് ചെയ്ത് തന്നു. ഞാൻ ചേട്ടന്റെ പേര് മറന്നോട്ടോ. ചേട്ടന്റെ പേര് ഞാൻ നോക്കട്ടെ, കോണ്ടാക്ട് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്ത ചേട്ടന്റെ നമ്പർ ഞാൻ ഇട്ടുതരാം. ചേട്ടൻ അറിയുന്ന പോലും ഇല്ല ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ്. ചേട്ടൻ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തായാലും വരാനുണ്ടെങ്കിൽ നടക്കും. ഞങ്ങള് കൊറേ അത്യാവശ്യം ബുദ്ധിമുട്ടിയാണ് ഇതുകൊണ്ട് പരിപാടി നടന്നത്.
എത്ര പ്രാവശ്യം തോറ്റ് പിന്നെ എഴുതി ആ റിക്വയർഡ് മാർക്ക് കിട്ടാതെ എത്രയാണ് ആ ഒരു മോട്ടിവേഷൻ മതി ഈ പോഡ്കാസ്റ്റ് ഇഷ്ടമാണ്. ഒന്നും പറയാനില്ല. പക്ഷെ അത് പറയുന്നു ഞാൻ ഇങ്ങനെ വന്നെന്ന് പറയുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല. എന്താ പറയുക, പ്രൊഫസേഴ്സിന് ബോറടിയില്ല, മാറിക്കൊണ്ടിരിക്കും. 30 lakhs ആണ് നമ്മുടെ ടോട്ടൽ ഇതെന്നുണ്ടെങ്കിൽ 10,000 രൂപ